ഇവര് നമ്മളെക്കാൾ ഒരു മുഴ മുമ്പേ ഏറി തുടങ്ങിയല്ലോ ഗോപകുമാറെ. എന്താടോ തനിക്കിവിടെ കാര്യം? കൊച്ചുകുട്ടനെ ബംഗ്ലാവ് വാങ്ങിയെന്നോ അവന്റെ അച്ഛനും അമ്മ ഇവിടെയാണ് താമസമെന്നോ ഒക്കെ ഒരു ശ്രുതി പറഞ്ഞിരുന്നല്ലോ. അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്നാ. ഏതോ തന്തയ്ക്ക് പറക്കാത്ത ചുമ്മാ പറഞ്ഞുണ്ടാക്കിയോ സാർ? ഇവിടെ അങ്ങനെ ആരും താമസില്ല സാറേ. ഇതിനകത്ത് ആടുമില്ല പൂടിയില്ല. 1 വർഷമായി പൂട്ടിക്കെടുക്കുക. ആട്ടെ, ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ആ എന്ത് ചോദ്യമാ സാറേ ഇത്? മർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ DGPക്ക് എനിക്കും അല്ലേ സാർ? അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റിയ വിവരം അറിഞ്ഞില്ലല്ലേ? മാറ്റിയോ? ഞാൻ അറിഞ്ഞില്ല. കള്ളം പറയുന്നോ? താൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല, അന്വേഷണം വഴിമുടക്കാനാണല്ലേ? പത്രോസേ സാർ, അയാളെ കൊണ്ടുവാ. ഇതിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ ഗോപിനാഥൻ നായർ. നായരെ, 1 വർഷമായിട്ട് ഈ വീട് പൂട്ടിക്കിടക്കണോ? ഇല്ല സാർ, ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും 4 പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത്. ദാ അവരിവിടെ തന്നെ താഴെ ഒരു 150 ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു. എന്നിട്ട് അവരെവിടെ? ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല സാർ. എങ്ങോട്ടാടോ അവരെ കൂട്ടിക്കൊണ്ട് പോയത്? ഞങ്ങൾക്കറിയില്ല. എനിക്കറിയില്ലടാ പൊന്നം. പരസ്യമായി ഇവിടെ വെച്ചിട്ട് തന്ന് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണോ എഴുന്നള്ളിരിക്കുന്നത്? എവിടെ വീടിന്റെ താക്കോല്? എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെന്താടോ കോപ്പേ? ഗോപകുമാർ സാർ, ഓപ്പൺ ദി ഡോർ. യെസ് സാർ. തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടോ. തെരുവിൽ എച്ചിലിനൊക്കെ ജീവിക്കുന്ന കൊടിച്ചിപ്പട്ടികൾക്ക് തന്നെ കിടക്കാൻ അന്തസ്സുണ്ട്. ഏതായാലും തന്നെ ഏമാനൊന്ന് പോയി പറഞ്ഞേക്ക്. കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചുകൊണ്ടൊന്നും ഈ കേസിലെ പ്രതി രക്ഷപ്പെടില്ലെന്ന്.